ആശുപത്രികൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കുന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഇത് 21 ലക്ഷം രൂപയുടെ ലിവർ സംബന്ധമായ അസുഖത്തിന് വന്ന ബില്ലാണ്. ഇത് 55 ലക്ഷം രൂപയുടെ ക്യാൻസർ സംബന്ധമായ അസുഖത്തിന് വന്ന ബില്ലാണ്. ഇത് ഹൃദയ സംബന്ധമായ അസുഖത്തിന് വന്ന 70 ലക്ഷം രൂപയുടെ ബില്ലാണ്. ഇത്രയും ബില്ല് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു പണടക്കുക? വീട് വിൽക്കണോ, കാറ് വിൽക്കണോ, ഉള്ള സ്വർണം വിൽക്കണോ എന്നെല്ലാം ആളുകൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇവിടെ ഒരു സന്തോഷ വാർത്ത ഉള്ളത്, ഇത് റിയൽ ബില്ലുകളാണെന്നത് മാത്രമല്ല, ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്തിട്ടുള്ള ബില്ലുകളുമാണ്. 70 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നാൽ പലർക്കും ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അതുവഴി സെറ്റിൽഡ് ആവണമെന്നില്ല. കാരണം അവർക്കുള്ള ഇൻഷുറൻസ് 5 ലക്ഷത്തിന്റെയോ 10 ലക്ഷത്തിന്റെയോ ആയിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരൊറ്റ ഹോസ്പിറ്റൽ കേസ് മാത്രം മതി നമ്മൾ ഉണ്ടാക്കിയ പണം മുഴുവൻ പോവാൻ. അതുകൊണ്ട് ചെറിയ പണമെങ്കിലും മാറ്റിവെച്ച് അൺലിമിറ്റഡ് കവറേജ് ഉള്ള, അല്ലെങ്കിൽ കുറഞ്ഞത് 1 കോടിയുടെയെങ്കിലും കവറേജ് ഉള്ള നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഇപ്പോൾ തന്നെ എല്ലാവരും ഫാമിലിക്ക് വേണ്ടി എടുത്തു വെക്കേണ്ടത് നിർബന്ധമാണ്. ഇത് ഓപ്ഷൻ അല്ല, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. 5-10 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒന്നിനും തികയാത്ത കവറേജ് ആണ്. കമ്പനിയുടെ പ്ലാൻ എടുത്താൽ മതി, പക്ഷേ ഇപ്പോൾ നിർബന്ധമായിട്ടും എടുത്തു വെക്കണം. ഇനി പ്രവാസികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് ഇന്റർനാഷണൽ പ്ലാനുകളെ അപേക്ഷിച്ച് 35 മുതൽ 40% വരെ കുറഞ്ഞ ചെലവിൽ പ്ലാനുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ബില്ലിൽ വന്നതുപോലെ ബില്ലുകൾ ആർക്കും വരാവുന്നതാണ്. ഒരു പ്രശ്നം വന്നിട്ട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ കൈ നീട്ടുന്നതിലും എത്രയോ നല്ലതാണ് ചെറിയൊരു പണം മാസാമാസം മാറ്റിവെച്ച് നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെല്ലാം സുരക്ഷിതമാക്കി മാറ്റുന്നത്. ഇത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്.